അങ്ങനെ തെരഞ്ഞെടുപ്പ് മാമാങ്കപ്പൂരം അവസാനിക്കുവാൻ പോകുന്നു. ഇനി അറിയേണ്ടത് ആരാണ് വയനാടിൻ്റെയും ചേലക്കരയുടെയും പാലക്കാടിൻ്റെയും ഒക്കെ മുടിചൂടാ മന്നന്മാരായി അധികാര സ്ഥിരാ കേന്ദ്രങ്ങളിലേക്ക് എത്തുവാൻ പോകുക എന്ന് മാത്രമാണ്. വയനാടിനെ സംബന്ധിച്ച് വയനാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ കോൺഗ്രസിന് അനുകൂലമായ നിലപാടാണ് അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അതീവമായ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. 5 ലക്ഷം എന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ശ്രമകരമായ ഒരു കാര്യം എന്നതാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ചേലക്കരയിലേക്ക് വരുമ്പോൾ ചേലക്കരയിലാണ് കേരളത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത്. ആ ചേലക്കരയിൽ ഇടതുപക്ഷത്തെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിലേക്ക് എത്തിയാൽ അത് രമ്യ ഹരിദാസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ മിന്നുന്ന വിജയമായി തന്നെ കണക്കാക്കേണ്ടതായി വരും. ചേലക്കരയിലാകും സംസ്ഥാന സർക്കാരിനെതിരെ വിരുദ്ധ വികാരമുണ്ടോ എന്ന ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി മാറുക. കാരണം അത് ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. 1996 മുതൽ അത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമായിരുന്നു. അവിടെയാണ് കോൺഗ്രസ് ശക്തമായ രീതിയിൽ പോരാട്ടം നടത്തി വിജയിക്കുമോ എന്ന് കാത്തിരിക്കേണ്ടതായുള്ളത്. ഇനി പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാടാണ് കൃത്യമായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസും കൃത്യമായ പൊളിറ്റിക്കൽ സ്ട്രൈക്കും കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളുമൊക്കെ നടന്ന ഒരു നിയമസഭാ മണ്ഡലം. നഗരസഭയും 3 പഞ്ചായത്തുകളും ചേരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന് പകരക്കാരനായി കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമ്പോൾ സിറ്റിംഗ് സീറ്റായ പാലക്കാട് 2011-ലും 2016-ലും 2021-ലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭ കൊണ്ടും കോൺഗ്രസിൻ്റെ ശക്തമായ സംഘടനാ പ്രവർത്തനം കൊണ്ടും കോൺഗ്രസ് നിലനിർത്തി മുൻപോട്ട് പോകുന്ന പാലക്കാട് ഇക്കുറി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നിലനിർത്തും എന്നാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ കോൺഗ്രസ് പാളയം വിട്ട് ഇടതുപക്ഷത്തേക്ക് ചെന്നപ്പോൾ വലിയ സ്വീകരണത്തോടു കൂടി പാലക്കാടിൻ്റെ സ്ഥാനാർത്ഥിയായി മാറിയ ഡോക്ടർ സരിൻ ഒരു പുതുമുഖമായതുകൊണ്ട് തന്നെ പാലക്കാട് ഒരു കാലത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധിയെഴുതിയിരുന്ന ജനങ്ങൾ ഇക്കുറി വിദ്യാസമ്പന്നനായ ഡോക്ടർ സരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നും പാലക്കാട് ഒരു മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുവാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളത്. BJPയെ സംബന്ധിച്ച് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഏറ്റവും കരുത്തനായ ഷാഫി പറമ്പലിനെ പോലെ ഒരു നേതാവിനെതിരായി 3000-ൽ പരം വോട്ടിന് മാത്രം പരാജയപ്പെട്ടു പോയ പാലക്കാട് നഗരസഭ ഭരിക്കുന്ന BJPക്ക് ആ പാലക്കാട്ടിൽ അധികാരത്തിൽ എത്തുവാൻ സാധിക്കുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ശ്രീകൃഷ്ണകുമാറിനെ പോലെ ഒരു പ്രാദേശിക നേതാവ് മത്സരിക്കുന്നു എന്ന ഗുണം കൂടി ആ പാലക്കാട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ട്. അങ്ങനെ 3 കൂട്ടർക്കും സാധ്യതയുണ്ട് എന്ന 3 വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും വലിയ ആത്മവിശ്വാസത്തോട് കരുതുന്നു. അവിടെ ചർച്ച ചെയ്യപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സ്ഥാനാർത്ഥി എന്നതായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടുകാരനല്ല. പത്തനംതിട്ടയിൽ നിന്ന് പറിച്ചു നട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടുകാർ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ടുള്ള റോഡ് ഷോകളും പിന്നീട് അങ്ങോട്ടുള്ള പ്രചരണ പരിപാടികളെല്ലാം കോൺഗ്രസിൻ്റെ കൃത്യമായ ചില സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ആ സ്ട്രാറ്റജികളെല്ലാം 90% കോൺഗ്രസിന് അനുകൂലമായി നിന്നും പല നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രചരണം നടത്തി. അതെല്ലാം കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ സരിൻ്റെ സ്ഥാനാർത്ഥിത്വവും അത്തരത്തിൽ ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥിത്വമാണ്. CPMലെ ചില ആളുകൾ ഡോക്ടർ സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിൽ പോലും പിന്നീട് വലിയ മാറ്റം അതിലുണ്ടായി. ശ്രീകൃഷ്ണകുമാർ പ്രാദേശിക നേതാവായതുകൊണ്ട് തന്നെ പാലക്കാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ BJPക്കുള്ള വേര് അദ്ദേഹത്തിന് അനുകൂലമായ രീതിയിൽ ചലിക്കും എന്ന ഒരു ആത്മവിശ്വാസം BJPക്കുമുണ്ട്. ഇനി പാലക്കാട് ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ കോൺഗ്രസിന് അനുകൂലമായാണ് നിൽക്കുന്നതെന്ന് പറയേണ്ടതായി വരും. ട്രോളി വിവാദം BJPയും CPMും ഒരുപോലെ ഉയർത്തിയ കാര്യമാണ്. അതിൽ ഒടുവിൽ കോൺഗ്രസിന് അനുകൂലമായി ആ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ സുപ്രഭാതത്തിലും ചന്ദ്രികയിലും ഒക്കെ ഇടതുപക്ഷം നൽകിയ പരസ്യത്തിൻ്റെ ന്യായീകരണങ്ങൾ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങളാണ് ഇവിടെ കണക്കിലെടുക്കുന്നതെങ്കിൽ പോലും ഇന്നലെ ആയിരുന്നു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനവും കണക്കുകളുമൊക്കെ പരിശോധിക്കുമ്പോൾ മറ്റു ദിശയിലേക്ക് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 4% കുറവാണ് ഇക്കുറി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന പോളിംഗ്. കഴിഞ്ഞ തവണ 74% പോളിംഗ് നടന്നിരുന്നു. ഇക്കുറി 70.51% പോളിംഗ് മാത്രമാണ് നടന്നത്. 1,94,706 വോട്ടർമാരിൽ 1,37,302 പേര് വോട്ട് രേഖപ്പെടുത്തി. 66,596 പുരുഷന്മാരാണ് അതിലുള്ളത്. അതായത് 70.53% പുരുഷന്മാർ, 70,702 സ്ത്രീകൾ, അതായത് 70.49% സ്ത്രീകൾ. 4 ട്രാൻസ്ജെൻഡർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. അതായത് അവിടെ ചില പ്രാദേശിക പ്രശ്നങ്ങൾ ഒഴിച്ചാൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്
വളരെ സുഗമമായി നടന്നു എന്ന് പറയേണ്ടതായിട്ടുണ്ട്. വെണ്ണക്കര ബൂത്തിൽ ഉണ്ടായ നേരിയ സംഘർഷവും അതുപോലെ BJP ജില്ലാ പ്രസിഡന്റ് വോട്ട് ചെയ്യാൻ എത്താത്തതുമെല്ലാം വോട്ടെടുപ്പ് ദിനത്തിൽ ശ്രദ്ധ നേടിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. അത്തരത്തിൽ ജില്ലാ പ്രസിഡന്റിന് വോട്ടില്ലാത്തൊരു വ്യാജ വോട്ട് ചെയ്യുവാൻ അദ്ദേഹം എത്തിയാൽ തീർച്ചയായും കോൺഗ്രസ് അതിനെ എതിർക്കുമെന്ന MP ആയ VK ശ്രീകണ്ഠൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിരുന്നു. ശക്തമായ രീതിയിൽ അതിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. പാലക്കാട് നഗരസഭയിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. കണ്ണാടി പഞ്ചായത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നടന്നത്. പാലക്കാട് നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നു എന്നുള്ളത് BJP സംബന്ധിച്ച പ്രതീക്ഷ ഏറെ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം പാലക്കാട് നഗരസഭ കാലങ്ങളായി ഭരിക്കുന്നത് BJP ആണ്. എന്നിരുന്നാലും പാലക്കാട് നഗരസഭയിലെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളിലെ വീഴ്ചകൾ BJPക്ക് പാലക്കാട് നഗരസഭയിൽ ഇക്കുറി തിരിച്ചടിയാകുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. കാരണം MLA ആയിരുന്ന കാലത്ത് ഷാഫി പറമ്പിൽ അനുവദിച്ച തുക കൊണ്ട് നിർമ്മിച്ച ചില കെട്ടിടങ്ങളല്ലാതെ അതിൻ്റെ പുനഃക്രമീകരണങ്ങളോ പുനർനിർമ്മാണമോ ഒന്നും BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണം കോൺഗ്രസും LDFും ഉയർത്തുന്നുണ്ട്. ഇനി കണ്ണാടി പഞ്ചായത്തിലാണ് ഏറ്റവും കുറവ് വോട്ട് നടന്നത്. ആ കണ്ണാടി പഞ്ചായത്തിലെ ഏറ്റവും കുറവ് വോട്ട് എന്നത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്താണ് കണ്ണാടി പഞ്ചായത്ത്. അവിടെ കുറവ് പോളിംഗ് നടന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായത് ഇടതുപക്ഷത്തിന് പ്രതികൂലമായി ബാധിക്കും. പിരാരി മാത്തൂർ പഞ്ചായത്തുകളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പോളിംഗ് നടന്നിട്ടുണ്ട്. അവിടെ കോൺഗ്രസിന് അനുകൂലമായ മണ്ണാണ്. അവിടെ പോളിംഗ് മികച്ചതായി നടന്നത് കോൺഗ്രസിന് അനുകൂലമായ ഒരു ട്രെൻഡായി കണക്കാക്കുന്നു. എന്നിരുന്നാലും രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ BJPയുടെ വളർച്ച പരിശോധിക്കുമ്പോൾ ഏത് പാളയത്തിൽ നിന്നുള്ള വോട്ടായിരിക്കും BJP പിടിച്ചെടുക്കുക, കന്നി വോട്ടർമാരുടെ വോട്ട് എങ്ങോട്ടായിരിക്കും എന്നുള്ളതെല്ലാം പ്രാധാന്യമേറെയുള്ള വിഷയം തന്നെയാണ്. ഇവിടെ കന്നി വോട്ടർമാരും അതുപോലെ തന്നെ BJP പിടിക്കുന്ന വോട്ടുകളും വളരെ നിർണായകമാണ്. സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രചരണ പരിപാടികളിൽ കോൺഗ്രസ് ഒരുപടി മുന്നിലുണ്ട് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് പാലക്കാട് നടന്നത്. ആരായിരിക്കും വിജയിക്കുക എന്ന് പറയുവാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം പാലക്കാട്ടുണ്ട്. ആരായിരിക്കും പാലക്കാടിൻ്റെ MLA ആയി നിയമസഭയിലേക്ക് പ്രവേശിക്കുക? അത് ഒരു തവണ കൂടി കോൺഗ്രസ് ആയിരിക്കുമോ? ഇനി അതല്ല രാജഗോപാലിന് ശേഷം BJP ആയിരിക്കുമോ? ഇനി അതുമല്ല കാലങ്ങൾക്ക് ശേഷം പാലക്കാട് എന്ന ഇടതുപക്ഷമായിരിക്കുമോ എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. തത്സമയം നിങ്ങളോടൊപ്പം M5 ന്യൂസും ഉണ്ടാകും. 23-ാം തീയതി രാവിലെ 6 മണി മുതൽ നിങ്ങളോടൊപ്പം M5 ന്യൂസ് തത്സമയം ഉണ്ടാകും. നമുക്കൊരുമിച്ച് പാലക്കാടിൻ്റെയും ചേലക്കരയുടെയും വയനാടിൻ്റെയും മഹാരാഷ്ട്രയുടെയും ഝാർഖണ്ഡിൻ്റെയും ഒക്കെ രാഷ്ട്രീയ ഫലസൂചനകൾ അവിടെ എണ്ണുന്ന അതേ നിമിഷം തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ നിലപാടുകൾ, രാഷ്ട്രീയ രീതികൾ, ജനം ആർക്കനുകൂലമായി വിധി എഴുതിയെന്ന്.